Welcome to Flavors of India. നമ്മൾ വീണ്ടും മുന്നോട്ട് യാത്രയാണ്. ഇവിടെ കുറേ സിൽവർ ആൻറ്റിക്സ് അങ്ങനത്തെ കുറേ സ്റ്റോൺസിൻ്റെ ഒക്കെ ജുവലറീസ് ഉണ്ട്. ഋഷഭ് ദേവ് ജുവലേഴ്സ് നോക്കാം. $7 ലക്ഷം രൂപയുടെ ഒരു സംഗതിയാണിത്. സോളിഡ് ഗോൾഡാണ്. 200 ഗ്രാം ഉണ്ട് ഇതിൻ്റെ വെയിറ്റ്. ചോക്കറാണ്, മനസ്സിലായില്ലേ? ചോക്കർ ടൈപ്പ് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഭയങ്കര ഭംഗിയുള്ളൊരു പാറ്റേൺ. നൈസ് എന്താ ഭയങ്കര രസമുണ്ട്. ഇത് ഭയങ്കര വെയിറ്റാണ്. ഹാൻഡ് മെയ്ഡ്. 200 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ്. എന്താ ഫാഷൻ. ഇത് രാജ്പുട്സ് ഒക്കെയാണ് കൂടുതലായിട്ട് ഇത്തരം രാജ്പുട്ട് കമ്മ്യൂണിറ്റി, മഹാജൻ പീപ്പിൾ അവരൊക്കെയാണ് അത് ചെയ്യുന്നത്. ഇതാണ് ഇത് അടുത്തൊരു ചോക്കർ, പഴയ ഫാഷൻ. 2 ബേർഡ്സ്, നടുക്കൊരു ചന്ദ്രക്കലയാണോ താമരയാണോ, അത് നൈസ്. ഇതും കുറേ പ്രഷ്യസ് സ്റ്റോൺസ് ഒക്കെ തന്നെ വെച്ചിരിക്കുന്നത്. ഇത് 46,000 രൂപയുടെ ഒരു ചോക്കർ. 3 ഗോൾഡ് റെയർ പീസസ് ആണ് ഇത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഭയങ്കര രസമുള്ള സാധനങ്ങളാണ് ഇതെല്ലാം. കാണാത്ത പാറ്റേൺസ്. ഇത് വേറെ, ഇതൊരു പഴയത്. ഇത് ഈസ് ഒറിജിനൽ ഫോർ ഹൈദരാബാദി. ഇതെല്ലാം പണ്ടത്തെ കാലത്തെ ആൾക്കാരൊക്കെ ഇടുന്ന പോലത്തെ രാജാക്കന്മാരുടെയൊക്കെ കാലത്തിലേക്ക് തിരിച്ചു പോയൊരു ഫീലാണ് ഈ മഹാറാണിയുടെ ഫിനിഷിങ്. നമുക്ക് അങ്ങനെയൊക്കെ തോന്നും. ഭയങ്കര ഒരു വ്യത്യസ്തമായൊരു കൾച്ചറിൻ്റെ ഭാഗമാകുന്നു. ഇതൊക്കെ എത്ര പേരുടെ കഴുത്തിൽ കിടന്നതായിരിക്കും. റോയൽ പഞ്ച് ലഡ ഹാർട്ട്. അതായത് 1, 2, 3, 4, 5 5 ലെയറിലുള്ള മാല പഞ്ച് ലഡ ഹാർ എന്നാണ് പറയുന്നത്. ഇത് നവരത്നങ്ങളാണ്. ഈ 9 രത്നങ്ങളാണ് ഈ ചുട്ടിയിലുള്ളത്. അങ്ങനെ 5 സ്റ്റെപ്പ് നവരത്നങ്ങൾ കണ്ടില്ലേ? 1, 2, 3, 4 ഇതെല്ലാം 5 എണ്ണത്തിലും നവരത്നങ്ങളുണ്ട്. 9 സ്റ്റോൺസ്. ഇതൊക്കെ നല്ല വിലയുള്ള പീസാണ്. 22 ക്യാരറ്റ് ഗോൾഡിൻ്റെ 1,20,000. പക്ഷേ ഇത് എല്ലാം ഓരോ ചുട്ടിയും നവരത്നങ്ങളാണ്. അപ്പോൾ ലാഭമാണല്ലേ 1,20,000 രൂപയ്ക്ക്. ഇതുണ്ട് ഒരു ചെറിയ മാല, റൂബി ആൻഡ് ഗോൾഡ് പെൻഡൻറ്റ് വെച്ചിട്ട് ചെറിയ കുഞ്ഞുമാല. ഇനി ഇവിടെ കഴിച്ചാൽ ദിസ് ഇസ് വിച്ച് സ്റ്റോൺ? മൂൺ സ്റ്റോൺ. റെമോ മൂൺ സ്റ്റോൺ. എന്താ ഭംഗി. നെക്ലസ്. ഇത് കൊണ്ട് ഇവിടുന്ന് സ്വർണ്ണം വാങ്ങിക്കുന്ന ലാഭമാണ്. ആൻഡ് ദിസ് ഇസ് അഗൈൻ അനദർ ആൻറ്റിക് പീസ്. Rupees, emeralds and diamonds and 22 karat gold. 3,50,000 rupees. ഇതിൻ്റെ കമ്മലും കൂടി ഗോൾഡിൻ്റെ വിലയും ഇതെല്ലാം കൂടെ. കാര്യം നല്ല വെയിറ്റ് ഉണ്ട്. ഗോൾഡ് ആൻറ്റിക്കാണിത്. 3.5 ലക്ഷം രൂപ. പിന്നെ റൂബി, എമറൽഡ്, റോസ്റ്റഡ് ഡയമണ്ട്, ഗോൾഡ്. ഇതിൻ്റെ കമ്മലും കൂടി ചേർന്ന് 3.5 ലക്ഷം രൂപയാണ്. ഇത് വലിയല്ലേ, നല്ല രസമുള്ളത്. ഇതൊക്കെ ട്രഡീഷണൽ പഴയ ആൻറ്റിക് സാധനങ്ങളാണ്. കണ്ടില്ലേ മൂൺ സ്റ്റോണിൻ്റെ. എന്തൊരു ഭംഗി. ഒരു സ്വീറ്റ് സിമ്പിൾ കാര്യം. നൈസ്. ഇത് ഭയങ്കര ഇഷ്ടമായത്. വളരെ നന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ബ്രേസ്ലെറ്റും കൂടി കൊള്ളാമല്ലേ. നൈസ്. ഗോൾഡിൻ്റെ മേക്കിങ്ങിന് ഇവിടെ വില കുറവാണ്. നമ്മൾ ഗോൾഡിൻ്റെയും അതിൻ്റെ സ്റ്റോണിൻ്റെ വില മാത്രമേ കൊടുക്കുന്നുള്ളൂ. മേക്കിംഗ് ചാർജ് പൊതുവെ കുറവാണെന്ന് പറയുന്നത് രാജസ്ഥാനിൽ. 60,000 രൂപയും ബ്രേസ്ലെറ്റും 30, എല്ലാം കൂടെ 90. എന്നാലും 60 ലാഭം. എന്താ രസം അറിയാം. തിളങ്ങി ഓൾമോസ്റ്റ് 47,300 ഗോൾഡിൻ്റെ വില. ഓക്കെ, ഉള്ളി ഗോൾഡ് 47,000. സ്റ്റോൺ വെയിറ്റ്. സ്വർണ്ണക്കടയിൽ വന്ന് നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. അത് നടക്കാത്ത കാര്യമില്ല.
നല്ല ഭംഗിയുണ്ട്, കണ്ട് രസിച്ച് പോകാം. കാര്യം ഇത്തരം ആൻറ്റിക് പീസസ് നമുക്ക് അങ്ങനെ വാങ്ങാൻ കിട്ടില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ സിൽവർ വേഴ്സ്, ഗോൾഡ്, ഇഷ്ടംപോലെ വേറെയും ഗോൾഡിൻ്റെ കുറേ പീസസ് ഒക്കെ ഉണ്ട്. അല്ല ഇങ്ങനെ കണ്ടാലും മതി വരാത്ത ഒരുപാട്. സിൽവറിൽ കുറേ ദൈവങ്ങളുമുണ്ട് ഇവിടെ. ഗണപതിയുടെ ഒരു ബ്യൂട്ടിഫുൾ ഒരു സ്ട്രക്ചറാണ്, നല്ല രസമുണ്ട് ആ സ്റ്റാച്ചു. ഇങ്ങനെ ഒരു ഭയങ്കര ഒരു കലാകാരനായിട്ട് നിൽക്കുന്ന ഗണപതിയാണ്. പിന്നെ അല്ലാതെ ദേവികൾ, ഗണപതി തന്നെ ചെറുത് വലുത്, ആനയൊക്കെ നോക്കും, കുഞ്ഞാന, സിൽവർ ആന. 1800 രൂപയാകും ഏകദേശം. നോക്ക് എന്തൊരു ക്യൂട്ട് പീസ് കണ്ടോ, ആന, സിൽവർ ആന. ലക്ക് ഓ ഗുഡ് ലക്ക്. ഇത് ഗുഡ് ലക്കിന് വയ്ക്കുന്ന ചാമാണ്, ഗുഡ് ലക്ക് ചാം. ഈ ആന ഭയങ്കര ലക്ക് കിട്ടുമെന്ന് പറയുന്നത്. കയ്യിലിടുക. ദിസ് ഇസ് എനാമൽ വർക്ക് ചെയ്ത് സിൽവറിൽ സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്തൊക്കെ ഇടുന്ന കാര്യമാണ്. എല്ലാം ഉണ്ട്, കുറേ കാര്യങ്ങൾ. എത്ര കണ്ടാലും മതി വരാത്ത അത്ര പീസസാണ്. എല്ലാം ആൻറ്റിക്കിൻ്റെ പഴയ കാലത്തെ ഓർമ്മകൾ പുതുക്കുന്ന രാജസ്ഥാനി അവരുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ജുവലറി ഷോപ്പിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതെല്ലാം പല പല ഗ്രാമങ്ങളിൽ നിന്നും പഴയ കാലം തൊട്ട് അവർ കളക്ട് ചെയ്യുന്നതാണ്. അവരുടെ പൂർവികർ ഈ കടയിൽ ഇപ്പോൾ ഇരിക്കുന്ന ഓണറിൻ്റെ അച്ഛൻ്റെ കാലം തൊട്ടുള്ള ഇതാണ് കളക്ഷൻ. Olden time people used to have big holes in the ear. Put this thing so they have like that much bigger hole. ശരി, ഓക്കെ. ഇയർ പ്ലഗ്സ് അല്ലെങ്കിൽ ഈ വലിയ വലിയ ഹെവി ജുവലറി ഒക്കെ ഇട്ടിട്ട് കാതിലെ ഹോള് വലുതായി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ ഇയർ പ്ലഗ്സ് ഇട്ടാണ് നടക്കുന്നത്. സിൽവർ ഇയർ പ്ലഗ്സ് ഇത്രയും വലിയ ഹോളാണ് കാതിൽ. എന്തായാലും ഞാൻ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കുറേയൊക്കെ ഈ കടയിൽ നിന്ന് തന്നെ കണ്ടു. കണ്ടില്ല എന്തോ ഒരു ഭംഗിയാണ്, ബ്യൂട്ടിഫുൾ പീസസ്. ഓക്കെ, താങ്ക് യു. ഇങ്ങനെ മനസ്സ് നിറഞ്ഞു വരികയാണ് സന്തോഷം കൊണ്ട്. ഇപ്പോഴും മൂൺ സ്റ്റോണിൻ്റെ ആ മാലയിലാണ് എൻ്റെ മനസ്സിരിക്കുന്നത്. അത് വാങ്ങണോ വേണ്ടയോ? ഇവിടെ നിന്ന് വാങ്ങുമ്പോൾ ഗോൾഡിൻ്റെ ഒരു ഒതൻറ്റിസിറ്റി എത്രത്തോളം നമുക്ക് അറിയാൻ പറ്റും. അത്തരം കൺഫ്യൂഷൻസൊക്കെ ഉണ്ട് എനിക്ക്. എങ്കിലും ഒരാഗ്രഹം തോന്നുന്നു. അല്ലെങ്കിൽ നമുക്കിനി ബഡാ ബസാറിൻ്റെ ഭാഗത്തേക്ക് പോകാം. അത് ക്ലോക്ക് ടവറിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലൂടെയാണ് നടക്കേണ്ടത്. അവിടെയും കുറേ കാഴ്ചകളുണ്ട്. ഇപ്പോൾ രാത്രി ആയിക്കഴിഞ്ഞു. നമ്മൾ തുടങ്ങിയ സമയത്ത് വൈകുന്നേരമായിരുന്നല്ലോ നമ്മുടെ ഈ ഈവനിങ് പര്യടനം തുടങ്ങിയപ്പോൾ. ഇപ്പോൾ നോക്കൂ, ക്ലോക്ക് ടവറെല്ലാം തന്നെ ലൈറ്റപ്പ് ആയി കഴിഞ്ഞു. ഫുൾ ലൈറ്റ് ചെയ്ത് കംപ്ലീറ്റ് ഇവിടെ എല്ലാം ഇപ്പോൾ ഒരു വെളിച്ചം, ഒരു രാത്രി കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത്. ഇനി നമ്മൾ ബഡാ ബസാറിൻ്റെ ഭാഗത്തേക്ക് പോവാണ്. ബഡാ ബസാറിലേക്ക് പോകാനായിട്ട് ഈ റോഡ് എടുത്തതാണ്. ഇപ്പോൾ ഇവിടെ വീണ്ടും ഒരു പ്രൊസഷൻ. ഇവിടെ ജൈന മതക്കാർ വളരെ സജീവമാണ്. ഇങ്ങനെ റോഡിൽ ധാരാളം പ്രൊസഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് ഇവിടുത്തെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. കുറേ ആൾക്കാരിങ്ങനെ പാട്ടൊക്കെ ആയിട്ട് പോകും, ബാൻഡും ഒക്കെ ആയിട്ട്. ഇതൊരു പ്രത്യേകതരം സിറ്റി തന്നെയാണ്. എപ്പോഴും ലൈറ്റ്സും ബഹളവും ഒരു ഫെസ്റ്റിവൽ മൂഡാണ്. വാഹനങ്ങൾ അത് പറയേണ്ട കാര്യമില്ലല്ലോ, ഇങ്ങനെ വന്നു പോയിരിക്കുന്നതാണ്. അങ്ങനെ ഈ റോഡിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ കംപ്ലീറ്റ് ഇലൂമിനേറ്റ് ചെയ്ത മന്ദിരങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്, ടെമ്പിൾസ്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ജൈന മതസ്ഥർ വളരെ സജീവമാണ്. ഇപ്പോൾ ഈ കാണുന്ന മന്ദിർ എന്ന് പറഞ്ഞാൽ രണ്ട് ജൈൻ ടെമ്പിൾസാണ്. ഒന്ന് ദിഗംബരാസിൻ്റെതും ഒന്ന് ശ്വേതംബരാസിൻ്റെതും. ദിഗംബരാസ് എന്ന് പറഞ്ഞാൽ ദിഗംബരമാക്കിയവർ, വസ്ത്രമൊന്നും ധരിക്കാത്ത ജൈന
ഒരു വിഭാഗമായിരുന്നു പണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ശ്വേതംബരാസം പറഞ്ഞാൽ വൈറ്റ് ഡ്രസ് ഇട്ടിട്ടുള്ള ജെയിൻ ഗ്രൂപ്പ്. അപ്പോൾ അവരുടെ 2 കൂട്ടരുടെയും മന്ദിരങ്ങളാണ് ഈ കാണുന്നത്, ക്ഷേത്രങ്ങൾ. ഇതൊരു ജ്വല്ലറി ഷോപ്പാണ്. ഇവിടെ ധാരാളം സിൽവർ ആൻഡ് ഗോൾഡ് ആൻഡ് ആർട്ടിഫിഷ്യൽ എല്ലാം ഉണ്ട്. ഗോൾഡ് പ്ലേറ്റഡ് കമ്മൽ, ഇറ്റ്സ് ഓൾ ഗോൾഡ് പ്ലേറ്റഡ്. നല്ല ഭംഗിയുള്ള പീസസ് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ കാണാത്ത ടൈപ്പല്ല. ഏതെല്ലാം നോക്കും, എന്തെല്ലാം വെറൈറ്റീസ് ആണ്. ഹൗ മച്ച് ഫോർ ദിസ് വൺ? 300, 400. ദിസ് വൺ സെയിം റേറ്റ്, 300, 400. നല്ല ഭംഗിയുള്ള പീസസ് എല്ലാം കാണാം. നൈസ്. ഇതൊക്കെ ഒരു ബാങ്കിൾസ് ആണ്, 1300. മാല, കുന്തൻ മാലാസെല്ലാം 4000 രൂപയാണ് ഒരു പെയറാണിത്. കുന്തൻ വർക്കാണിത്. ഓൾറെഡി റയർ പീസസ്. ഇത് കണ്ടോ, ഒരു നെക്ലെസ്. എൻ്റെ കഴുത്തിൽ വെച്ചാലും കാണത്തില്ല. ഇതാണ് ഒരു നെക്ലെസ് പീസ്, 2000 രൂപയാണ്. നല്ല ഭംഗിയില്ലേ? ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിവിടെ തന്നെ ഗോൾഡ്, ഒറിജിനൽ ഗോൾഡും ഉണ്ട്, ആർട്ടിഫിഷ്യലും ഉണ്ട്. ഈ സെക്ഷനെല്ലാം ആർട്ടിഫിഷ്യലാണ്. നമ്മളിപ്പോൾ പല പല പാറ്റേൺസ് രാജസ്ഥാനി ജുവലറിയുടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നമ്മൾക്ക് കുറേ കടകൾ കാണാം, എങ്ങനെയാണെന്ന് നോക്കാം. മറ്റൊരു കട. ഇവിടെ എല്ലാം ഹാൻഡിക്രാഫ്റ്റ്സ്, ഹാൻഡ് വർക്ക്സ് ഒക്കെ ധാരാളമായിട്ടുള്ള സ്ഥലമാണ്. ഇത് ക്ലോത്ത്സിൽ തങ്ക വർക്ക്, ഇങ്ങനെ എംബ്രോയിഡറി പോലെ ഇങ്ങനെ ഗോൾഡ് ആൻഡ് സിൽവർ ത്രെഡ് വെച്ചിട്ട് പിന്നെ സ്റ്റോൺസ് ഒക്കെ വെച്ച് പിടിപ്പിക്കുന്ന സ്ഥലമാണ്. കണ്ടില്ലേ, വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പീകോക്കിനെ ഉണ്ടാക്കുകയാണ് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട്. ഇപ്പോൾ ഗോൾഡൻ ലീഫ്, ഗോൾഡൻ ത്രെഡ്, പിന്നെ ചെറിയ കളർ, ഇതുപോലത്തെ നല്ല തിളക്കമുള്ള സൽമ എന്നാണ് ഇതിന് പറയുന്നത്. ഇതിൻ്റെ ഇങ്ങനത്തെ കളേഴ്സൊക്കെ വെച്ചിട്ട് ഇപ്പോൾ പീകോക്കിന് ബ്ലൂ കളർ കൊടുക്കുന്ന ഇതാണ്. കണ്ടു കഴിഞ്ഞാൽ സ്റ്റോൺ മാതിരി ഇരിക്കും. സൽമ ത്രെഡ്, ബ്യൂട്ടിഫുൾ. ഇതൊക്കെ വെച്ചിട്ടാണ്. ഇതും ഗോൾഡൻ ത്രെഡ്, പിന്നെ കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ. ഗോൾഡൻ ലീവ്സ്. അപ്പോൾ ഡങ്ക വർക്ക് എന്നാണ് പറയുന്നത്, DANKA, ഡങ്ക വർക്ക് എന്നാണ് പറയുന്നത്. ഇത് ഉദയ്പൂരിൻ്റെ സ്പെഷ്യാലിറ്റിയാണ് ഈ വർക്ക്. ഇതുപോലെയുള്ള ഈ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് ക്ലോത്ത്സിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സ്. അപ്പോൾ ഓരോ സ്റ്റേറ്റിനും അവരുടേതായ പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ നമ്മളുടെ അവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ മുണ്ട് നേരിയതെന്നൊക്കെ പറയും. നമ്മുടെ കൈത്തറി വ്യവസായം വളരെ പ്രസിദ്ധമാണ്, നമ്മുടെ നേരിയതുമുണ്ട്. അതുപോലെ ഇവിടെ വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് ഡങ്ക വർക്ക്. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഇത് ഇവരുടെ ഉദയ്പൂർ സ്പെഷ്യൽ. ഇത് കംപ്ലീറ്റ് ചെയ്തൊരു വർക്കാണിത്. ഇതാണ് ഡാങ്ക വർക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി കണ്ടില്ലേ, പീകോക്കിനെ കണ്ടോ? ഈ ഡാങ്ക എന്ന് പറയുന്നത് ഈ ഗോൾഡൻ കളറിലെ ഇത് ഇങ്ങനെ കാണുന്ന ഈ പീസസ് വെച്ച് ചെയ്യുന്ന ഈ വർക്കിനാണ് ഡാങ്ക വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 1 lakhിലാണ് ഇതിൻ്റെ ലെഹങ്ക, അതിൻ്റെ താഴത്തെ സ്കേർട്ട്, പിന്നെ കുർത്തി, അതിൻ്റെ ഷോള്, എവറിത്തിങ്, ദുപ്പട്ട എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ 1 ലക്ഷം രൂപയാവും. ഇത് ഒറിജിനൽ ഡാങ്ക വർക്കാണ്. അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ ഇത് ശരിക്കും സിൽവർ പ്ലേറ്റ്സ് ആണ്. പ്യുവർ സിൽവർ ഷീറ്റ്സ് ആയിട്ട് അടിച്ചിട്ട് അതിനെ ഗോൾഡ് പ്ലേറ്റ് ചെയ്യും, എന്നിട്ട് കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ഇതിൽ സിൽവർ ആൻഡ് ഗോൾഡ് പ്ലേറ്റഡ് ചെയ്ത് ഒറിജിനൽ സിൽവറിനെ ഗോൾഡ് പ്ലേറ്റ് ചെയ്തതാണ് ഈ ഡാങ്ക എന്ന് പറയുന്ന ഈ പീസസ്. ഇത് വെച്ച് ചെയ്യുന്ന വർക്കിനെയാണ് ഡാങ്ക വർക്ക് എന്ന് പറയുന്നത്. ഇത് ഉദയ്പൂരിൻ്റെ സ്പെഷ്യാലിറ്റിയാണ്. ഇത് ഒറിജിനലാണ് നമ്മൾ കണ്ടത്. ഈ ഡാങ്ക വർക്കിൻ്റെ സാരിവാല, ഓക്കെ, ജാഫർ അലി ഖുർബാൻ അലി എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര്. ജാഫർ അലി ഖുർബാൻ അലി സാരിവാല. ഇപ്പോൾ നമ്മൾ കണ്ട പീസ് ഒറിജിനൽ ഡാങ്ക വർക്കാണ്. ഒറിജിനൽ സിൽവർ ആൻഡ് ഗോൾഡ്. അത് വിവാഹ ആവശ്യങ്ങൾക്കായിട്ട് ഓർഡർ കൊടുക്കുമ്പോൾ ചെയ്ത് കൊടുക്കണം. 1 lakh വരെ ആകുമെന്ന് പറയുന്നത്. ഇത് പക്ഷേ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും പ്ലാസ്റ്റിക് ഡാങ്ക വെച്ചിട്ട്. ഈ കാണുന്നത് പ്ലാസ്റ്റിക് ഡാങ്കയാണ്. ഇത് 3000 രൂപയ്ക്കും ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇത് പ്ലാസ്റ്റിക് ഷീറ്റ്സ് വെച്ചിട്ട് ചെറിയ ഗോൾഡൻ കളർ കൊടുത്തിട്ട് ഇങ്ങനെ യെല്ലോ കളർ കൊടുത്ത് ചെയ്യുന്നത്. അപ്പോൾ അത് ഒറിജിനലല്ല. സോ അതുകൊണ്ട് 3000 രൂപയ്ക്കും ചെയ്യാൻ പറ്റും. മറ്റത് അങ്ങനെയല്ല, ഒറിജിനൽ ഡാങ്ക വർക്ക്, സിൽവർ ഷീറ്റ്സ്, ഗോൾഡ് പ്ലേറ്റഡ്.
എത്രത്തോളം ഹെവി ആക്കാൻ പറ്റുമോ അത്രത്തോളം കോസ്റ്റ് കൂടും. ഇപ്പോൾ 1 lakh എന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അത് ഇത്രയുള്ളൊരു വർക്ക്. ഇനി ഇതിനെ കുറേ കൂടെ ഹെവി ആക്കിയാൽ അത് 2 lakhs ആകും. പിന്നെ എത്ര ലക്ഷത്തിന് വേണമെങ്കിലും ഓരോരുത്തരുടെ പൈസയുടെ എത്രയുണ്ട് നമ്മുടെ പേഴ്സിൻ്റെ ഘനമനുസരിച്ചിട്ട് ഡാങ്ക വർക്ക് ചെയ്ത് കൊടുക്കും. അതേസമയം പൈസ ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ഇതുപോലെ പ്ലാസ്റ്റിക് ഡാങ്കയിലും ചെയ്യാൻ സാധിക്കും, കോസ്റ്റ് കുറച്ച്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് ഒറിജിനൽ വൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് ഫിനിഷ്ഡ് വർക്കും കണ്ടു, ഇപ്പോൾ വർക്ക് നടക്കുകയാണ്. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ, മനസ്സിലായല്ലോ ഡാങ്ക. കംപ്ലീറ്റ് ജ്വല്ലറി ഷോപ്സ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ആർട്ടിഫിഷ്യൽ ജ്വല്ലറീസും ധാരാളമായിട്ട് കിട്ടും. മറ്റൊരു കട ഞാനകത്തോട്ട് കയറി വിശദമായിട്ട് ഇരുന്ന് കാണാം നമുക്ക്. രാജസ്ഥാനി സ്പെഷ്യൽ വളകളൊക്കെയാണ്, മൾട്ടി കളർ. രാജസ്ഥാനി വന്നതിൻ്റെ അടയാളമാണിത്. ഇനി വളയിട്ടിട്ട് നടക്കാം അല്ലേ, കൊള്ളാം. ഇതിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിന് കറക്റ്റായിരിക്കും, പച്ചയും മഞ്ഞയും പച്ചയും. ഇങ്ങനെ കുറേ ഇത് നമ്മുടെ ഗോൾഡ് പ്ലേറ്റഡിൻ്റെ അകത്തുനിന്നുള്ള മാത്രമല്ല പ്ലാസ്റ്റിക് വളാസ്, ഇങ്ങനത്തെ കളക്ഷൻസ് നല്ല ഭംഗിയുണ്ട്. 80 rupees ഫുൾ സെറ്റ്. ഇതെല്ലാം 250. എല്ലാം പ്ലാസ്റ്റിക്സാണ്, അതിൽ കുറേ സ്റ്റോൺ വർക്കൊക്കെ ചെയ്തതാണ്. ഹോൾസെയിൽ റേറ്റാണ്, ഫിക്സ്ഡ് പ്രൈസാണ്. അതുകൊണ്ട് പണിയൊന്നും ഇവിടെ നടക്കത്തില്ല. ഇത് 350 രൂപ, ഇത് 220. 350 വേണ്ട, 220 വെച്ച് നമുക്ക് സാറ്റിസ്ഫൈഡ്. ഓക്കെ, ഐ വിൽ ടേക്ക് ദിസ്. ഇന്ന് ഷൂട്ടിങ്ങിനെന്ന് പറഞ്ഞ് കയറിയതാണ്. പക്ഷെ പുള്ളിക്ക് ഭയങ്കര കാൽക്കുലേഷനായിരുന്നു. എന്തായാലും ഷൂട്ടിങ്ങിന് കയറിയ വാങ്ങുമെന്ന് മനസ്സിലായി. ഇപ്പോൾ എൻ്റെ പോക്കറ്റ് കായി സാധനങ്ങളെല്ലാം വാങ്ങി. പക്ഷെ ഭംഗിയില്ലേ, നല്ല രസമുണ്ട്. രാജസ്ഥാനിൽ വന്നതിൻ്റെ ഒരു അടയാളമായിട്ട് തന്നെ ഞാൻ സൂക്ഷിക്കുകയാണ്. നമ്മുടെ ഉദയ്പൂർ 2 വർഷം ഗ്യാരണ്ടി ആണെന്നാണ് പറയുന്നത്. എൻ്റെ കളർ ഗോൾഡ് പ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. നോക്കാം 2 വർഷം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഉദയ്പൂരിൽ വന്നിട്ട് ഇവിടെ കൊണ്ട് തിരിച്ചു കൊടുക്കാം. 2 വർഷത്തെ ഗ്യാരണ്ടി പറഞ്ഞിട്ട് പെട്ടെന്ന് തീർന്നു എന്ന് പറയാം, സൂക്ഷിച്ച് വെച്ചിട്ട്. പക്ഷെ പുള്ളി പറയുന്നത് യൂസ് ചെയ്തിട്ട് ആ പ്ലാസ്റ്റിക് കവറിൽ തന്നെ ഇട്ട് വയ്ക്കണം. ഇത് ഗോൾഡ് വള പോലെ തോന്നും. 200 രൂപ 4 പാറ്റേൺ കൊള്ളാം, ഡിഫറെൻറ്റ്. ഇത് പലതരം മാലയാണ് അവരുടെ ബീഡ്സിലൊക്കെ വെച്ച്. ഇതെല്ലാം ആർട്ടിഫിഷ്യലാണ്. ഇത് തലയിൽ വയ്ക്കുന്ന സാധനമാണ്. ഇത് വേറെ സാധനം. അയ്യോ, പൈസ അവർക്ക് ഇങ്ങനത്തെ സാധനമാണ് വയ്ക്കുന്നത്. നല്ല രസമാണ് ഇത് വയ്ക്കുന്നത്. ഇത് ഇവർക്ക് ഇങ്ങനെ അവരുടെ ഫങ്ഷൻസിനൊക്കെ അവരിങ്ങനെ തലയിൽ വയ്ക്കുന്നത്. നമ്മളുടെ മാറ്റി ചുറ്റി എന്നൊക്കെ പറയുന്നത്. നല്ല പീസ്, നൈസ്, ബ്യൂട്ടിഫുൾ. ഇത് വങ്കി നമ്മളുടെ തോൾ വള ഉണ്ടല്ലോ. ഇത് ആനയ്ക്ക് നെറ്റിപ്പട്ടം കിട്ടിയ മാതിരിയുണ്ട്, ആ ഒരു പാറ്റേൺ. ഇത് കയ്യിലും ചെയ്യാം, പ്ലസ് കയ്യിലിങ്ങനെ നമുക്ക് വങ്കി പോലെ യൂസ് ചെയ്യാം. കഴുത്തേലും ഇടാമെന്നാണ് പറയുന്നത്. കഴുത്തിലിടാൻ പാടാം. ഓക്കെ. എൻ്റെ കഴുത്തിൽ കയറണമെന്നുണ്ടെങ്കിൽ എൻ്റെ ബാക്ക് സൈഡ് കുറച്ചുകൂടി വലുതാക്കണം. നെക്ക് പീസായിട്ട് യൂസ് ചെയ്യാം. കിത്തനൊക്കെ 500. ഇതിൻ്റെ കളറൊന്നും അങ്ങനെ പോത്തില്ല, കുറച്ച് കൊള്ളാം സംഗതി. പക്ഷേ ഈ ഒരു റെഡും ഇതും കാണുമ്പോഴാണ് ഈ നെറ്റിപ്പട്ടത്തിനെ ഓർമ്മ വരുന്നത്. ഈ സൈഡിലുള്ള കളർ സ്കീം, ആനയുടെ നെറ്റിപ്പട്ടത്തിൻ്റെ കളർ ഇരിക്കുന്നതല്ലേ ബാക്കിൽ, 2 സൈഡിലും ചുമപ്പും പച്ചും. എത്ര എണ്ണം, സോ മെനി. കണ്ടോ, ഒത്തിരി പാറ്റേൺസ്. എത്ര എണ്ണം നോക്കും, ഏതെടുക്കണം എന്നറിയാണ്ട് ഞാൻ കൺഫ്യൂഷനില്ല.
ബാങ്കിൾ ഓക്കെ, ബാങ്കിൾ നൈസ്. ഇത് വള കിട്ടുന്ന 500. ഇതേ ये पूरा गलन पे 9. ഓ, ഇത് മാല 600 രൂപയുടെ മാല. ഇത് നമ്മുടെ ഇളക്കത്താലിയൊക്കെ മാതിരി നല്ല ഭംഗി. ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ജുവലറി പാറ്റേൺസ്. ദിസ് ഇസ് 500 പെയർ. ഓക്കെ ഓക്കെ ഓക്കെ, 2 കയ്യിലായിട്ട് ഇടാനാണ്. ഇതൊരു പെയറാണ്. 2 കയ്യിലും കൂടി ചേർത്ത് 500 രൂപ. കണ്ടല്ലോ, 2 വള 500 റുപ്പീസിന് 2 വള കിട്ടും. നൈസ്, ഭംഗിയില്ലേ? നല്ല രസമുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഇത് റൂബിയാണെന്നല്ലേ തോന്നുള്ളൂ. റൂബിയൊന്നും അല്ല, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സ്റ്റോണാണ്. പക്ഷെ നല്ല പാറ്റേൺ. ഇവിടുത്തെ ഹാൻഡ് മെയ്ഡ് സാധനമാണെന്ന് പറയുന്നത്. ബാലി എന്താണ് കമ്മലിൻ്റെ സെലക്ഷൻസ് നോക്കി. ഈ കടയിൽ അത്രയില്ല. ഇതിപ്പോൾ വേറൊരു കടയാണ്. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കടകളുണ്ട്. കണ്ടില്ലേ, കംപ്ലീറ്റ് വളകളെല്ലാം ഇങ്ങനെ തൂക്കി ഇട്ടിരിക്കുന്നു. അത് കാണുമ്പോൾ തന്നെ നമ്മൾ അറിയാതെ അവിടേക്ക് കയറും. അത് കാണാൻ സാധിക്കും. ഇങ്ങനെ ഹാൻഡ് മെയ്ഡ് അല്ലാത്തതൊക്കെ ഉണ്ട്.